നമസ്കാരം. യുദ്ധക്കൊതിയും ചോരക്കൊതിയും ഒരിക്കലും തീരാത്ത ഒരു ഭരണാധികാരിയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. എത്ര പേരെ കൊന്നൊടുക്കിയാലും മതിവരാത്ത ഭരണാധികാരി, കുറുക്കന്റെ ബുദ്ധിയുമായി നടക്കുന്ന ആൾ. എന്തായാലും ഹിസ്ബുള്ളയെ നിരായുധീകരിക്കാൻ ലെബൻ സർക്കാർ തയ്യാറായില്ല എങ്കിൽ നേരിട്ടുള്ളൊരു കരയുദ്ധം ആരംഭിക്കുമെന്ന കടുത്ത മുന്നറിയിപ്പാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയിരിക്കുന്നത്. വ്യാഴാഴ്ച ബെയ്റൂട്ടിലെ ജനവാസ മേഖലകളിലും വാണിജ്യ കേന്ദ്രങ്ങളിലും ഇസ്രയേൽ യുദ്ധവിമാനങ്ങൾ അതിശക്തമായ ബോംബാക്രമണം നടത്തി. മുന്നറിയിപ്പില്ലാതെ നടത്തിയ ഈ ആക്രമണങ്ങളിൽ ബഷറിലെ ഓഫീസ് സമുച്ചയങ്ങളും ഹിസ്ബുള്ളയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക സ്ഥാപനങ്ങളും തകർത്തെറിയപ്പെട്ടു. നിങ്ങൾ തീ കൊണ്ടാണ് കളിക്കുന്നത് എന്നാണ് ലെബൻ അധികൃതരോട് പറഞ്ഞ നെതന്യാഹു തങ്ങളുടെ കരസേന ഏതു നിമിഷവും ലെബനിലേക്ക് പ്രവേശിക്കാൻ സജ്ജമാണ് എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ്. അതായത് ദക്ഷിണ ലെബനിലും ബെയ്റൂട്ടിലും തുടരുന്ന ആക്രമണങ്ങൾ ഇതുവരെയും കുട്ടികളടക്കം നിരവധി പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട്. സഹ്റാനി നദിയുടെ തെക്കു ഭാഗത്തുള്ള താമസക്കാരോട് അടിയന്തരമായി ഒഴിഞ്ഞു പോകാനാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. ആർക്കി പട്ടണത്തിൽ നടന്ന ബോംബ് ആക്രമണത്തിൽ ഒരേ കുടുംബത്തിലെ 4 സഹോദരങ്ങളടക്കം 5 കുട്ടികളാണ് കൊല്ലപ്പെട്ടത്. കൂടാതെ ലെബനീസ് സർവകലാശാലയുടെ ക്യാമ്പസിൽ നടന്ന ആക്രമണത്തിൽ സയൻസ് ഫാക്കൽറ്റി മേധാവിയും മറ്റൊരു പ്രൊഫസറും കൊല്ലപ്പെട്ടതും വിദ്യാഭ്യാസ മേഖലയെ ആകെ ഞെട്ടിച്ചിരിക്കുകയാണ്. മിഡിൽ ഈസ്റ്റിലെ സംഘർഷം രൂക്ഷമായതോടെ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ ഏകദേശം 8 ലക്ഷത്തോളം ആളുകൾ ലെബനിൽ നിന്ന് പലായനം ചെയ്തതായാണ് റിപ്പോർട്ട്. ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ കുടിയിറക്കത്തിനാണ് രാജ്യം സാക്ഷ്യം വഹിക്കുന്നത്. ബെയ്റൂട്ടിലെ പൊതു ബീച്ചുകളിലും തെരുവുകളിലും ടെന്റുകൾ കെട്ടി താമസിക്കുന്ന കുടുംബങ്ങൾ പോലും ബോംബ് ആക്രമണത്തിൽ നിന്നും സുരക്ഷിതരല്ല. മരിച്ചാലും ഇവിടെ നിന്ന് പോകില്ല എന്ന ഉറച്ച നിലപാടിൽ കടൽ തീരത്ത് അഭയം പ്രാപിച്ച പല കുടുംബങ്ങളും വാടകയ്ക്ക് അപ്പാർട്ട്മെന്റുകൾ എടുക്കാൻ സാധിക്കാത്ത സാധാരണക്കാരാണ് യുദ്ധത്തിന്റെ കെടുതികൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത്. അതേസമയം ഇസ്രായേലിനെതിരെ ഹിസ്ബുള്ളയും ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സും സംയുക്ത ഓപ്പറേഷൻ ആരംഭിച്ചതായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നെതന്യാഹുവിന്റെ സ്വകാര്യ വസതിക്ക് സമീപമുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഹിസ്ബുള്ള പ്രത്യാക്രമണം നടത്തിയത്. ഇറാന്റെ ഇടപെടലിനെതിരെ ലെബൻ സർക്കാർ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയും ഇറാനിയൻ ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തുകയും ചെയ്തു. തങ്ങൾ ആഗ്രഹിക്കാത്ത യുദ്ധമാണ് ഇതെന്നും വെടിനിർത്തലിനായി രാവും പകലും പരിശ്രമിക്കുന്നുണ്ട് എന്നാണ് ലെബൻ പ്രധാനമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്.